നമസ്കാരം. ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരുടെ സംയുക്ത കൂട്ടായ്മ TBSK സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. 2004 മുതൽ 2024 വരെ എംപ്ലോയ്മെന്റ് വഴി താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിര ജീവനക്കാരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. TBSK जिंदाबाद, TBSK जिंदाबाद, TBSK जिंदाबाद, हर्षवर्धन जिंदाबाद, हर्षवर्धन जिंदाबाद, ജീവിക്കാനായി പൊരുതുന്നോർ നാം, ജീവിക്കാനായി പൊരുതുന്നോർ നാം, കണ്ടിൽ നിന്ന് നടിക്കല്ലേ, കണ്ടിൽ നിന്ന് നടിക്കല്ലേ, അധികാരികളെ കണ്ടു നിറക്കോ, അധികാരികളെ കണ്ടു നിറക്കോ, കണ്ടിൽ നിന്ന് നടിക്കാതെ, കണ്ടിൽ നിന്ന് നടിക്കാതെ, ചാവാനോ, ചാവാനോ, ഞങ്ങൾക്കതില്ലെന്നറിയില്ലേ. ഞങ്ങളൊക്കെ തന്നെ ഈ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സമരം അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. ഈ സമരമുഖത്ത് വന്ന് ഞങ്ങള് ഈ വെയിലും മഴയും കൊണ്ട് കിടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് വളരെ നല്ല വാഗ്ദാനങ്ങൾ നൽകി ഈ ADM അദ്ദേഹം അവരുടെ ഗസ്റ്റ് ഹൗസിലോട്ട് വിളിച്ചു വരുത്തി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ പിരിഞ്ഞു പോകണം, ഇതിന് 30 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് മെമ്മോ വരും എന്ന് പലതവണ ഭിന്നശേഷിക്കാരെ ഞങ്ങളെ വെറും മന്ദബുദ്ധികൾ കൂടെ ആക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കാല സമരങ്ങളിലൊക്കെ നടന്നത്. എന്നാൽ ഇപ്രാവശ്യത്തെ സമരത്തില് നമ്മള് സർക്കാരിന്റെ എല്ലാ തരത്തിലും പാർട്ടി തരത്തില് നമ്മുടെ നിവേദനങ്ങള്, കാരണം നമുക്ക് എതിരായിട്ട് മറ്റു രാഷ്ട്രീയക്കാരെ പിടിച്ച് അവരുടെ ഒരു സപ്പോർട്ട് നമ്മൾ നേടിയിട്ടില്ല. അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശവും. അതായത് ഭരണപക്ഷത്തിന്റെ ആളിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക, അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ നമ്മൾ ഈ സമരമുഖത്ത് ഉണ്ടാവും. എന്നാൽ ഇന്നത്തെ സമരം ഒരു 3:30യോടുകൂടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് നമ്മളെ കാണാൻ അനുവദിച്ചിട്ടുണ്ട്. ആ ചർച്ചയില് നല്ലൊരു തീരുമാനമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സമരം നമ്മള് വൈകുന്നേരത്തോടുകൂടി അവസാനിപ്പിക്കും. അതല്ല ഈ അദ്ദേഹത്തിന്റെ ചർച്ചയില് ഇത് സാമ്പത്തികം ഇല്ല എന്നുള്ളൊരു ചർച്ചയാണ് അല്ലെങ്കിൽ തീരുമാനമാണ് വരുന്നതെങ്കിൽ ഈ സമരം ഒരാളായാൽ പോലും ഇവിടെ കിടന്ന് മരിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും ഈ സമരം അവസാനിക്കില്ല എന്ന് ഉറക്കെ തന്നെ ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ മഹാരാജ് ഇവിടെ ഉറക്കെ പറഞ്ഞുകൊണ്ട്